ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല മൊരിഞ്ഞ ഉഴുന്നുവട ഉണ്ടാക്കിയാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മണിക്കൂർ കുതിർത്ത 2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ജാറിലേക്കിട്ട് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഉഴുന്ന് നന്നായി അരച്ചെടുക്കുക. 2 തവണകളായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. വേറൊരു പാത്രത്തിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുരുമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നന്നായി മിക്സ് ചെയ്യുക. സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനെ അരച്ചു വെച്ച മാവിലേക്കിട്ട് കൈകൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഉഴുന്നുവടയുടെ അകമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉഴുന്നുവടയ്ക്കുള്ള മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഉഴുന്നുവട പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ മാവ് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ തവണയും എണ്ണയിലേക്ക് മാവിടുമ്പോൾ കൈയൊന്ന് വെള്ളം നനയ്ക്കുക. അങ്ങനെ ചെയ്താൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളറാകുമ്പോൾ ഉഴുന്നുവട എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതേപോലെ ബാക്കിയുള്ളവയും കൂടെ ചെയ്തെടുക്കാം. മൊരിഞ്ഞ ഉഴുന്നുവട തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.